ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു കാണും. റഷ്യ അവരുടെ ഫൈറ്റർ എഞ്ചിൻ പാകിസ്ഥാന് കൊടുക്കുന്നു. റിപ്പോർട്ട് വന്നതാണ്. അത് ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല, നേരത്തെയുള്ള റിപ്പോർട്ട്. ഇപ്പോഴാണ് അത് ഇന്ത്യൻ മീഡിയ പിക്ക് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ താഴെ കുറച്ച് ആൾക്കാർ ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല, എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. എൻ്റെ സുഹൃത്ത് എനിക്കും ഡിഫൻസിനെ പറ്റി ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം, പ്രത്യേകിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന. കാരണം ഇതിനെപ്പറ്റിയൊക്കെ സ്ഥിരം വായിക്കുന്നതാണ്. എൻ്റെ ഡിഫൻസ് ബീറ്റായിരുന്നു. ഒരുവിധം ധാരണയുണ്ട്. ഈ കമൻ്റ് എഴുതുന്നവനേക്കാൾ ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. 2016 ശേഷം, അതായത് മോദി വന്ന ശേഷം, പാകിസ്ഥാനും റഷ്യയും തമ്മിൽ എത്ര പ്രാവശ്യം ജോയിൻ്റ്ലി മിലിറ്ററി എക്സർസൈസ് നടത്തിയെന്ന് നിങ്ങൾക്കറിയാം. 9 പ്രാവശ്യം നടത്തി. ഈ 2025 നടത്തിയവർ അറേബ്യൻ സീയിൽ നേവിയുമായിട്ട് ചേർന്ന് ഇന്ത്യൻ ബോർഡറിൽ നടത്തി. അത് നിങ്ങൾക്കറിയോ എത്ര നടത്തിയെന്ന്? ചിലതിനവർ വ്യാഖ്യാനം കൊടുത്ത്, ചിലത് കാരണം അഫ്ഗാൻ ബോർഡറിലൊക്കെ വ്യാഖ്യാനം കൊടുത്ത് ടെററിസത്തിനെതിരെയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ടെററിസത്തിന് ചിലത്. അത് 9 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ നടത്തിയേക്കുന്ന ഇന്ത്യക്കെതിരെ ഏത് രീതിയിലുള്ള നേവി ആണെങ്കിലും ഗ്രൗണ്ട് ആണെങ്കിലും അതേപോലെ തന്നെ എയർ വാർഫെയർ, ഇതിനെപ്പറ്റിയാണ് ജോയിന്റ് എക്സർസൈസ് നടത്തിയത്. എടുത്തു നോക്കെ, ഗൂഗിൾ എടുത്തു നോക്കെ എത്ര പ്രാവശ്യം നടത്തിയെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്റ്റ് കണക്ക് കിട്ടും. അപ്പോഴൊന്നും ഈ സനാതനക്കാർക്കും RSSകാർക്കും റഷ്യയോട് എന്ത് ഇഷ്ടമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കാറില്ല. അതതിൻ്റെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, ഈ പാകിസ്ഥാന്റെ കയ്യിൽ എത്ര എണ്ണം JF-17 ഫൈറ്റർ എയർക്രാഫ്റ്റ് ജോയിന്റ് ആയിട്ട് ചൈനയും പാകിസ്ഥാനും കൂടെ നിർമ്മിച്ച് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശ ധാരണ. ചില കണക്കുകൾ പറയുന്നത് 167, ചിലത് പറയുന്നത് 125. ഒരു കാര്യം ഉറപ്പാണ്, അത് 100-ന് മുകളിലുണ്ട്. ഇതിൻ്റെ അകത്ത് ഇഞ്ചൻ ആരുടെ? ഈ റഷ്യയുടെ ഇഞ്ചന്. അന്നൊന്നും ഈ പറയുന്ന ഇത് നേരത്തെ വന്നുകൊണ്ടിരുന്ന ഇതിൻ്റെ ഇപ്പോഴീ പറഞ്ഞ സംഭവം അതവർ കൊടുത്തു കഴിഞ്ഞു. അതിപ്പോൾ വന്നേ ഉള്ളൂ. അത് റഷ്യ അവസാനം പെട്ടുപോയി. കാരണം റഷ്യയുടെ ക്രൂഡും മേടിക്കുന്നു, നമ്മൾ റഷ്യ പാകിസ്ഥാനെ സഹായിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തൊക്കെ മാറ്റി. ഇത്രയേ ഉള്ള എൻ്റെ കഥ. അതും പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ ഒരു പഴയ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട്. റഷ്യയുടെ സഹായമുണ്ട് പാകിസ്ഥാന്. കാരണം ഇഷ്ടംപോലെ റഷ്യൻ എഞ്ചിനീയേഴ്സും മിലിറ്ററി, കാരണം റഷ്യയുടെ ഹാർഡ്വെയർ നമ്മൾ ഏകദേശം ഒരു സമയത്ത് നമ്മൾ 80% മുകളിലായിരുന്നു. പിന്നെ അത് കുറച്ച് മോദി വന്ന ശേഷം അത് കുറച്ചുകൊണ്ട് വന്നിട്ട് അത് 61-62% ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഹാർഡ്വെയർ എഞ്ചിനീയറിങ് ഇവർക്കെല്ലാം ഇന്ത്യയുടെ ഓരോ സ്ട്രാറ്റജിക് ലൊക്കേഷൻ അറിയാം റഷ്യക്ക്. കാരണം അവരല്ലേ ഇതിൻ്റെ സർവീസിങ്ങും പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കുന്നേ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവർ ഈ ഇന്ത്യ അമേരിക്കയുടെ പക്ഷത്തോട്ടും, അതായത് റഷ്യ തഴിഞ്ഞ എക്യുപ്മെൻറ്റ്സ് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വാങ്ങിക്കഴിഞ്ഞപ്പോൾ റഷ്യയുടെ പല ഫാക്ടറികൾക്കും പ്രശ്നമുണ്ടായി. അതതിൻ്റെ കാരണം അവരങ്ങോട്ട് വിട്ടുമാറിയത് പാകിസ്ഥാന് കൊടുക്കാൻ തീരുമാനിച്ചു. അതേപോലെ MI ഹെലികോപ്റ്റർ ഇന്ത്യ ഉപയോഗിക്കുന്നതാണ്. ഇന്ത്യ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവരെ മറ്റുള്ള അമേരിക്കയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളോട് നമ്മളിപ്പോൾ ഫൈറ്റർ ഹെലികോപ്റ്റർ വെച്ച് നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് അമേരിക്കൻ സാധനമാണ്. അത് കണ്ടു കാണും. MI ഹെലികോപ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഇതേ ഹെലികോപ്റ്റർ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് റഷ്യ. അതവരല്ലേ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടാങ്കുകൾ റഷ്യൻ ഒറിജിൻ പാകിസ്ഥാനിലുണ്ട്. ഏകദേശം 40-ൽ പരം എക്യുപ്മെന്റ്സ് ഇൻക്ലൂഡിങ് വലിയ ഹ്യൂജ് ഗൺ, ഹോവെസ്റ്റർ പോലെ വലിയ ഗണ്ണുകൾ ഉൾപ്പെടെ ഇന്ത്യക്ക് തന്നത് അവർ പാകിസ്ഥാനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതലുണ്ടായ 2016 ശേഷമാണ്. കാരണം അവരുടെ ഫാക്ടറികൾ അടയ്ക്കുന്ന രീതിയിലോട്ടായി. അപ്പം അവർക്കൊരു മാർക്കറ്റ് വേണം. അതിനുവേണ്ടി അവർ പാകിസ്ഥാന്റെ സാധനം പാകിസ്ഥാനിലോട്ട് വിൽക്കാൻ കൊടുത്തു. ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ്, അതായത് AP സിംഗ്, എയർഫോഴ്സ് ഡേയിൽ പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10 എയർക്രാഫ്റ്റിനെ അടിച്ചിട്ടു പാകിസ്ഥാന്റെ.
അതിനകത്ത് 4 ഈ പറയുന്നത് JF-17. അതിൻ്റെ ഇഞ്ചൻ ആരാ? റഷ്യ കൊടുത്തത്. അത് റഷ്യയുമായിട്ട് അതേപോലെ തന്നെ മനസ്സിലാക്കൂ, റഷ്യ ഉക്രൈൻ ബന്ധം, റഷ്യ ഉക്രൈൻ വാർ. ആദ്യം ഒരു രാജ്യത്തിൻ്റെ തലവൻ അവിടെ ചെന്ന് റഷ്യ സപ്പോർട്ട് ചെയ്തത് ഇമ്രാൻഖാൻ, പാകിസ്ഥാൻ. അത് ഇത്രയും മിലിറ്ററി എക്സസൈസ് ചെയ്യുക. കാരണം ഇന്ത്യയും റഷ്യയുമായിട്ട് പഴയ പോലെ മിലിറ്ററി എക്സസൈസ് ഇപ്പോഴില്ല മോദി വന്ന ശേഷം. ഏറ്റവും കൂടുതൽ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മളിപ്പോൾ ചെയ്യാനും പോകാറില്ല. സ്വന്തമായിട്ടുള്ള ട്രയലും പരിപാടിയും ഒക്കെയാണ്. റഷ്യക്ക് കലി വരാൻ കാരണമുണ്ട് ഇത്രയും വലിയ സംഭവം. അതായത് മോദി വന്ന ശേഷം ഈ 4 എയർക്രാഫ്റ്റാണ് നേരത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഫൈറ്റർ. അതിൻ്റെ അകത്ത് റഷ്യയുടെ ഉണ്ടായിരുന്നു, സ്വീഡൻ്റെ ഉണ്ടായിരുന്നു, യൂറോപ്പിൻ്റെ യൂറോ ഫൈറ്റർ ഉണ്ടായിരുന്നു, റഫേൽ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും ചീപ്പായിട്ട് കോട്ട് ചെയ്തത് റഷ്യൻ എയർക്രാഫ്റ്റാണ്. ഈ പറയുന്നത് സുക്കോയ് 35, അതേപോലെ സുക്കോയ് 5th ജനറേഷൻ എന്നും പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് Su-57. ഇതൊക്കെ ഇന്ത്യ ട്രയലിൽ വന്നതാണ്. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽസ്, അതായത് ഈ കമ്മിറ്റി, ഈ റഷ്യൻ സാധനങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് യൂറോ ഫൈറ്റർ, കാരണം 4.5 ജനറേഷൻ്റെ ഭാഗമായിട്ട്, ടെക്നോളജിയുടെ ഭാഗമായിട്ട് യൂറോ ഫൈറ്ററും റഫേലുമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അതിനകത്ത് റഫേൽ മാത്രമാണ് തയ്യാറായത്. അവർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഇന്ത്യക്ക് കൈമാറി ഇന്ത്യയിലത് മാനുഫാക്ചർ ചെയ്യാം, 3ാമത്തെ 4ാമത്തെ ലോട്ടും. പിന്നീട് അവർ സോഴ്സ് കോഡ് അന്ന് തരാമെന്ന് പറഞ്ഞു, ഇപ്പം തരത്തില്ലെന്ന് പറഞ്ഞു. ഇതിനകത്ത് റഷ്യയുടെ വലിയൊരു ബിസിനസ് അങ്ങ് പോയി. കാരണം അതിനു മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിയ എയർക്രാഫ്റ്റ് ഏതാ? സുക്കോയ് 30 MK. ഇതായതിൻ്റെ കാര്യം. അതേപോലെ റഷ്യയുമായിട്ട് കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അതായത് തേജസ് MK1 MK2 2 വേർഷൻ. അപ്പം അതിനകത്ത് ഈ സംഭവത്തിനകത്ത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽസും ടെക്നോളജി വിദഗ്ധരും സയൻറ്റിസ്റ്റുകളും എല്ലാം റഷ്യൻ എഞ്ചിൻ റിജക്റ്റ് ചെയ്തു. കാരണം അതിൻ്റെ ത്രസ്റ്റ് അത്ര ഇല്ല എന്ന് പറഞ്ഞു. കാരണം അത്ര വലിയ, കാരണം ഈ പറയുന്ന തേജസ് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തതാണ്. ഈ പറയുന്ന പോലെ ഇത് പെർഫോമൻസിൻ്റെ അകത്ത് ഈ കാണിക്കില്ല എന്നുള്ള ധാരണയെ മാനോവറിങ് ഉണ്ട്. പക്ഷെ ഇത് പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ മോശമാണെന്ന് കണ്ടിട്ട് അവരത് റിജക്റ്റ് ചെയ്തു. അങ്ങനെയാണ് എടുത്ത് പോകുന്നത്. ജനറൽ ഇലക്ട്രിക്കൽ അവരുടെ 10 അവരിപ്പം അടുത്തിടയ്ക്ക് എറിഞ്ഞ് 10 അവർ ഇന്ത്യക്ക് കൊടുത്തു. ഇതായതിൻ്റെ കാര്യം. അതായത് 2016 ശേഷം മോദി ഗവൺമെൻറ് വന്ന റഷ്യയോടുള്ള മാറ്റം, അതായത് ഇന്ത്യ കൂടുതൽ അമേരിക്കയായിട്ട് പോയ സമയത്ത് പിന്നെ ഇസ്രായേൽ റഷ്യയുള്ള സാധനങ്ങളും എക്യുപ്മെൻസും കുറച്ചു കഴിഞ്ഞപ്പോൾ റഷ്യ കൂടുതലായിട്ട് സാധനങ്ങൾ പാകിസ്ഥാന് വിൽക്കാൻ ശ്രമിച്ചു. ചൈനയായിരുന്നു ആദ്യം മീഡിയേറ്റർ, ഇപ്പോൾ റഷ്യ ഡയറക്റ്റായി. റഷ്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ട് ശക്തമായ രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 9 പ്രാവശ്യം 2016 മുതൽ ഈ പാകിസ്ഥാൻ ആർമിയുമായിട്ടും എയർഫോഴ്സുമായിട്ടും നേവിയുമായിട്ടും ജോയിന്റ് എക്സസൈസ് ചെയ്യുകയില്ല. അവർ ചൈനയുമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം പാകിസ്ഥാൻ ആർമിയിലുള്ള പല ഓഫീസേഴ്സും ഈ മോസ്കോയിലും റഷ്യയിലുമൊക്കെയാണ് ട്രെയിൻ ചെയ്യുന്നത്. കാരണം അമേരിക്ക പഴയ പോലെ അവരെ കയറ്റുന്നില്ല. ഇപ്പോഴത്തെ നയം അനുസരിച്ച് ചിലപ്പോൾ മാറ്റിയേക്കാം. ഇതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ പൊട്ടത്തരം വിളിച്ച് പറയാം. ഞാൻ പൊട്ടത്തരം പറയാറില്ല, ഞാൻ ഒതൻറ്റിക്കേറ്റ് ചെയ്തേ പറയുകയുള്ളൂ. കാരണം ഇന്ത്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രശ്നമായി. അങ്ങനെയാണ് അവർ ഒരു ഡിനൈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അല്ലാതെ റഷ്യൻ സാധനങ്ങൾ തന്നെയാണ്, റഷ്യൻ എഞ്ചിൻ തന്നെയാണ് JF-17 പുതിയ വേരിയൻ്റ്. അത് ഓൾറെഡി അവർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞു ഈ സംഭവം. ഇതാണ് അതിൻ്റെ സത്യം. അത് ഇന്ത്യ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഡിപ്ലോമസി പരാജയപ്പെട്ടു. കാരണം റഷ്യ സഹായിച്ചത് നമ്മൾ ഓയിൽ മേടിച്ചിട്ട് സാമ്പത്തികമായിട്ട്. പക്ഷേ പുട്ടിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ റഷ്യയിലുള്ള ഡിഫൻസ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, വലിയ വലിയ ഫാക്ടറികൾ, ഇഞ്ചിൻ ഉണ്ടാക്കി, ഇതൊക്കെ ഇതെവിടെയും കൊണ്ട് വിൽക്കണ്ടായോ? ഇത്രയും പേർക്ക് ജോലി വേണ്ടായോ? റഷ്യ ഉക്രൈൻ വാറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ബാൾട്ടിക് രാജ്യങ്ങൾ, ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരുടെ സാധനങ്ങൾ വാങ്ങാതായി. പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കിൻ്റെ. കാരണം എല്ലാവരും ആൻറ്റി റഷ്യ ആയിട്ടൊക്കെ മാറി. അതിൻ്റെ പേരിൽ ഇവർ മറ്റേ അമേരിക്കയുടെ, ഇന്ത്യയുടെയും അതിൻ്റെ റഷ്യൻ സാധനങ്ങളിലെ ബോംബുകളും മറ്റേ അർമേനിയ, ഗർമേനിയ എന്നൊക്കെ പറഞ്ഞ പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഇവർ നേരത്തെ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്.
അതിപ്പോൾ അവർ ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത്. അതിനേക്കാളും വില കുറച്ച് കിട്ടുന്നുണ്ട്, കുറച്ചും കൂടി റിലയബിളാണ്. ഇതാണ് എൻ്റെ കാര്യം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഡ്ഢിത്തരമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ശരിക്കും ഒരു അപ്ഡേറ്റ് ചെയ്ത സംഭവമാണ്. അതിനുശേഷമാണ് ആ വീഡിയോ, സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യാം എന്തൊക്കെ റഷ്യൻ എക്യുപ്മെൻറ്റ്സ് ആണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അവരുപയോഗിക്കുന്ന അസോൾട്ട് റൈഫിള് അതും റഷ്യൻ സാധനമാണ്. അത് അപ്ഗ്രേഡഡ് വേർഷനാണ് കൊടുത്തിരിക്കുന്നത്. ആ റഷ്യൻ സാധനം നമുക്ക് AK-1 AK-201 202 അമേഠിയിൽ നമ്മളിത് ഉണ്ടാക്കുന്നുണ്ട് റഷ്യയുടെ സാങ്കേതിക വിദ്യയിൽ. അതിൻ്റെ മറ്റൊരു വേർഷനാണ് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് ചൈനീസ് വേർഷനായി. ഇതൊക്കെയാണ് എൻ്റെ കാര്യം. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ കമൻ്റ് ഇട്ടവരുടെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ വളരെ സ്റ്റഡി ചെയ്തിട്ട് ഈ കാര്യം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ അവരുപയോഗിക്കുന്ന ആൻറ്റി റോക്കറ്റ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം, ഇതൊക്കെ റഷ്യയുടെയാണ്. അതിൻ്റെ സർവീസൊക്കെ ചെയ്യുന്ന റഷ്യൻ എഞ്ചിനീയേഴ്സാണ് ചെയ്യുന്നത്. ഇന്ത്യ ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഇതിൻ്റെ പേരിലാണ് മോദിക്ക് ചില കാര്യങ്ങളിനകത്ത് ഇത് അമേരിക്കയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തരും. കാരണം പെർഫോമൻസ് ബേസ്ഡും അതേപോലെ അപ്ഡേറ്റഡ് ആണ് അമേരിക്കൻ സാധനം, ഇസ്രായേലി സാധനങ്ങളും. ടെക്നോളജി വൈസ് ഫാർ ഈ റഷ്യയെക്കാളും വളരെ മുമ്പിലാണ് ഇസ്രായേലി സാധനങ്ങൾ. അതുകൊണ്ടാണ് ഇസ്രായേലിലോട്ട് കൂടുതലായിട്ട് പിന്നെ ഇസ്രായേലിൽ ഒരു സംഭവമുണ്ട്. അവർ പലതും ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഇന്ത്യക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ പട്ടാളക്കാരെ അതേപോലെ ഡ്രോണും മറ്റുള്ള അവരവിടെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ റഷ്യയുടെ പല സാധനങ്ങളും പാട്ടയാന്ന് ഞാൻ പറഞ്ഞ സത്യമാണ്. അത് റഷ്യ ഉക്രൈൻ മാറിയിട്ടുണ്ട്. എത്രയുണ്ട്? റഷ്യയുടെ എങ്ങനെയുണ്ട് 35% റിഫൈനറികൾ യുക്രൈൻ ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ പോയി. ഞാൻ പറഞ്ഞ 2 ദിവസം വാർത്ത മുമ്പേ പറയുന്നത് എവിടെ പോയി. അതായത് അവർക്ക് ഈ പറയുന്ന പോലെ ഡിഫെൻസീവായിട്ടും ഒഫെൻസീവായിട്ടും ഉക്രൈൻ എന്ന് പറഞ്ഞൊരു പീറ രാജ്യത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ യഥാർത്ഥ കഥയെന്ന് പറയുന്നത്. അവർ റഷ്യക്ക് അവർ ഈ പാകിസ്ഥാന് കൊടുക്കും. ചിലപ്പോൾ അവർ നാളെ ബംഗ്ലാദേശിനും കൊടുക്കും. ഇതൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇത് ബിസിനസ്സാണ്. കാരണം ഇത് റഷ്യക്ക് കിട്ടുന്ന വലിയ വരുമാനമാണ്. അതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അത് പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുന്ന കാര്യം. കാരണം ഞാൻ ഇത് സ്റ്റഡിയുടെ മെറ്റീരിയലാണ്. ശരിക്കും എക്യുപ്മെൻറ്റ് 38-40% അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ്, അത് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സിൻ്റെ അല്ല, പല എക്യുപ്മെൻറ്റ്സ് പിന്നീട് അവർ തന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവരുടെ ഭാഗമാക്കി മാറ്റി. പഴയ സോവിയറ്റ് യൂണിയൻ, പിന്നീട് റഷ്യൻ ഒറിജിൻ, ഇതൊക്കെ ഈ പാകിസ്ഥാൻ യൂസ് ചെയ്യുന്നത് റഷ്യൻ സാധനങ്ങളാണ്. ആ സാധനം പാട്ട തന്നെ നമുക്കും കൊണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പാട്ടയാണെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.